പുലർച്ചെ എപ്പോഴോ ഒന്ന് മയങ്ങിയുണ്ടെന്നാണ് ജാൻ. ചെറുമയക്കം കഴിഞ്ഞുണരുമ്പോൾ അത്രയും നെഞ്ചിലൊരു ഭാരമാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഈ ഭാരം ഒറ്റ രാത്രി കൊണ്ട് ഇനി തന്റെ ജീവിതത്തിലെ എല്ലാ രാത്രികളിലും ഉണ്ടാവുമെന്ന് ഓർത്തു അവൻ. തന്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചുറങ്ങുന്ന തന്റെ നിലാവിനെ അവൻ മുഖം താഴ്ത്തിയൊന്ന് നോക്കി. ഇഷ്ടപ്പെട്ട പൊസിഷനിൽ ഇനി കിടക്കാൻ പറ്റുമെന്ന് തോന്നില്ലെന്നോർത്ത് അവന്റെ ചുണ്ടിലൊരു ചിരി മിന്നി. 2 മണിക്കൂർ മുന്നേ വരെ പെണ്ണിന്റെ നിശ്വാസങ്ങൾ ഈ റൂമിലാകെ നിറഞ്ഞു നിന്നതാണ്. ചെറുമയക്കം കഴിഞ്ഞുണരുമ്പോൾ അത്രയും കുറുകിക്കൊണ്ട് തന്റെ നെഞ്ചിൽ മുഖമിട്ടുരച്ച് ചുംബിച്ചും എന്തോ വേണമെന്ന് പറയാതെ പറയും അവൾ. ഓരോ തവണയും തന്റെ വന്യത താങ്ങാൻ കഴിയാതെ കിതച്ചുകൊണ്ട് പറയും, മതി ഉണ്ണിയേട്ടാ, ഇനി വേണ്ട, പറ്റുന്നില്ല. ഇതാണ് അവസാനം അവളുടെ നാവിൽ നിന്നും കേട്ടത്. എന്നിട്ട് വീണ്ടും കുറുകിക്കൊണ്ട് വരുന്നവളെ കണ്ടില്ലെന്നടിക്കാൻ അവനും കഴിയില്ല. ആ ഓർമ്മയിൽ ജാനൊന്ന് ചിരിച്ചുപോയി. സമാധാനമായി ഉറങ്ങുന്നവളുടെ മൂർത്താവിൽ അവൻ അമർത്തി മുത്തി. ആളെ നെഞ്ചിൽ നിന്ന് മാറ്റി ബെഡിലേക്ക് കിടത്തി. ഒന്ന് കുറുകിക്കൊണ്ട് അവൾ ബെഡിലേക്ക് അമിഴ്ന്ന് കിടന്നു. ജാൻ പതിയെ എഴുന്നേറ്റു. ഡ്രസ്സിംഗ് റൂമിലേക്ക് ഒരു ട്രാക്ക് പാന്റും ടീഷർട്ടും എടുത്ത് ധരിച്ചു. രാത്രിയിൽ ബാത്റൂമിൽ അഴിച്ചു വെച്ച നീലാംബരിയുടെ വസ്ത്രങ്ങളും രാത്രി തങ്ങൾ ഉപയോഗിച്ച നനഞ്ഞ ടവലുമെല്ലാം അവൻ പിന്നിലേക്ക് ഇട്ടു. ശേഷം ട്രോളി തുറന്ന് അതിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഡയറികൾ കയ്യിലെടുത്തു. ഒറ്റ നോട്ടത്തിൽ അവന് മനസ്സിലായി, ഇത് അങ്കിളുടെ ഒരു ശീലമായിരുന്നില്ല. എല്ലാം എല്ലാവരും അറിയണമെന്ന ഉദ്ദേശത്തിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് എഴുതി തീർത്തതാവണം. ഡേറ്റുകളില്ലാതെ ഒരു തുടർക്കഥ പോലെ ഒരേ മഷി പേനിൽ ഒരേ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി തീർത്ത ഡയറികൾ. 1, 2 എന്നെഴുതിയ ഡയറിയിൽ നിന്നും 1-ാം നമ്പർ ഡയറി ജാൻ കയ്യിലെടുത്ത് അവൻ ബെഡിലേക്ക് വന്നിരുന്ന് ഹെഡ് റെസ്റ്റിലേക്ക് ചാരി. ഒരു ദീർഘശ്വാസം എടുത്ത് അവൻ താളുകൾ മറിച്ചു. ഞാൻ എന്നെഴുതിയ വാക്കിൽ നിന്ന് അവൻ വായിച്ചു തുടങ്ങി.